അമേരിക്ക പുതുതായി പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ ഈ സമ്മർദ്ദതന്ത്രങ്ങളെ തങ്ങളുടെ പ്രധാന വ്യാപാര പങ്കാളികൾ ചെറുക്കുമെന്ന ആത്മവിശ്വാസവും ടെഹ്റാൻ പ്രകടിപ്പിച്ചു. മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം നിയന്ത്രിക്കാൻ മാത്രം സാമ്പത്തികമായി മികച്ച അവസ്ഥയിലല്ല അമേരിക്ക ഉള്ളതെന്നും അവരുടെ പൊള്ളയായ ഭീഷണികൾ ആരും മുഖവിലക്കെടുക്കില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഖാലിബാഫ് പ്രതികരിച്ചു. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തിങ്കളാഴ്ച പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമായി വ്യാപാരം തുടർന്ന രാജ്യങ്ങളെ ഡോളർ അധിഷ്ഠിത സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എങ്കിലും 60 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കും മേൽ മാത്രമാണ് ട്രഷറി വകുപ്പ് പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളായ ചൈനീസ് ധനകാര്യ സ്ഥാപനങ്ങളെ ഈ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് സാവകാശം അനുവദിക്കുമെന്നും ബെസന്റ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്ന് സാമ്പത്തിക മന്ത്രി അലി മദനിസാദെ പ്രതികരിച്ചു. ശത്രുക്കൾ സാമ്പത്തിക ഭീകരാക്രമണം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാം. ശത്രുക്കൾ ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനോട് പറഞ്ഞു. ചൈനയോ റഷ്യയോ അമേരിക്കൻ നടപടികളെ അംഗീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ സൈനികപരമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണക്കയറ്റുമതി കുറയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഊർജ്ജ വിതരണ ശൃംഖലകൾക്ക് നേരെ കനത്ത പ്രഹരമേൽപ്പിക്കുമെന്ന് IRGC വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഹുസൈൻ മൊഹബി വ്യക്തമാക്കി. അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 6 മാസം പിന്നിടുകയാണ്. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിനും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമായ ഈ യുദ്ധം ഇറാന്റെ സൈനിക ശേഷിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളെയും ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കാൻ ഇറാന് ഇപ്പോഴും ശേഷിയുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ചെലുത്താനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്.